الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي أولا بتقوى الله كما قال جل وعلا في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله المولان العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാപനങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി: മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹിൽ അമലു സ്വാലിഹു ഫീഹി മിൻ ഹാദൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിനത് തസ്ബീഹി വത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഇസ്ലാമിന്റെ കലണ്ടറിലെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്: ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം അതിൽ നിങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ എല്ലാ അമലുകളും, അതാണ് അള്ളാഹുവിന് എല്ലാ ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന അമലിനെക്കാളും ഇഷ്ടമായത്, പ്രീതിയുള്ളതായിട്ടുള്ളത്. ഫഅക്സിറു, അതുകൊണ്ട് നിങ്ങൾ അധികമായി കൊണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ഫീഹിന്ന മിനത് തസ്ബീഹി വത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിന് ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ തക്ബീർ നടത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിന് ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സമയമായിക്കൊണ്ട്, അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച 10 ദിവസങ്ങളായിക്കൊണ്ട് ഇതിനെ കണക്കാക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്: അല്ല പ്രവാചകരെ, ജിഹാദിന് പോകുന്ന ആളുകളെക്കാൾ ശ്രേഷ്ഠമാണോ ഈ ദിവസങ്ങളിലുള്ള അമലുകൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചപ്പം അള്ളാഹുവിന്റെ പ്രവാചകന് മറുപടി പറഞ്ഞത്: അതെ,
അതിനേക്കാൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്നാണ്. പലപ്പോഴും നമ്മൾ റമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. എല്ലാ വർഷവും റമദാൻ ആവുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥകളും കാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലായിക്കൊണ്ടും നമ്മുടെ ചുറ്റുപാടുകളിലായിക്കൊണ്ടും നമ്മുടെ സ്ഥാപനങ്ങളിലായിക്കൊണ്ടും നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിക്കൊണ്ടും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെയും ഒരു തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ് റമദാനിന്റെ അടുത്തേക്ക് നമ്മൾ അടുത്തു പോകാറുള്ളത്. എന്നാൽ ദുൽഹിജ്ജയെ കുറിച്ച്, അത് ഹജ്ജ് ചെയ്യാനുള്ള ആളുകളുടെ ഒരു മാസമാണല്ലോ. ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ച് അതിന്റെ ലിസ്റ്റിൽ വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊരു മാസമാണല്ലോ. അതിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ പൊതുവിൽ ദുൽഹിജ്ജയെ കുറിച്ച് ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. റമദാനിനെ കുറിച്ച് അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ഉറങ്ങാറില്ല. കാരണം ആ രാവുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ. അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദറുള്ള ഒരു രാവതിലുണ്ട്. അതുകൊണ്ട് തന്നെ 1000 മാസങ്ങളെക്കാളധികം ശ്രേഷ്ഠമായ ഒരു ദിവസം അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ട്, അതിനെ തേടിക്കൊണ്ട് നമ്മൾ രാത്രി ഉറക്കൊഴിക്കുന്നത് നമുക്കൊരു ശീലമാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഈ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഈ ദിവസങ്ങളിലെ ദുൽഹിജ്ജയിലെ ഈ ആദ്യ 10 ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് ഒരുപാടധികം പ്രതിഫലമുണ്ട്. അത് ഇരട്ടിയായി അള്ളാഹുവിന്റെ അടുക്കൽ റെക്കോർഡ് ചെയ്തു വെക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഓർക്കേണ്ട സംഗതിയാണ്, മറ്റൊരു സമയത്തും അള്ളാഹു എടുക്കാത്തൊരു നിലപാട് ദുൽഹിജ്ജയുടെ മാസത്തിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തു പോകുന്ന തിന്മകളെ കുറിച്ചാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മകളെ കുറിച്ചാണ്. എങ്ങനെയാണോ പ്രതിഫലം ഇരട്ടിയായി അള്ളാഹു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ മാസത്തിലെ 10 ദിവസങ്ങളിൽ, ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന തിന്മകൾക്കും ഇരട്ടിയായിക്കൊണ്ട് ശിക്ഷ നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം എന്ന് പറയുന്നത് വളരെയധികം ഗൗരവത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ദിനരാത്രങ്ങളാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദുൽഹിജ്ജ എന്ന് പറയുന്ന മാസം അറബികൾക്കിടയിൽ മുമ്പ് മുതലേ ഇസ്ലാമിന്റെ കലണ്ടറിൽ ഈ ലോകമുണ്ടായ അന്ന് മുതൽ 12 മാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 തന്നെയാണ്. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അത് അല്ലാഹുവിന്റെ കിതാബിൽ എഴുതപ്പെട്ടുള്ള സംഗതിയാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ടുള്ള അന്ന് മുതൽ അല്ലാഹുവിന്റെ അടുക്കൽ കണക്കിലുള്ളത് 12 മാസങ്ങൾ തന്നെയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ വളരെയധികം പവിത്രമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസങ്ങളാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് നിങ്ങൾ ആ സമയങ്ങളിൽ, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുകയാണ്. അറബികളായിട്ടുള്ള ആളുകളിലേക്കാണ് ഈ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു രീതി ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് യുദ്ധമായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു രീതി അറബികൾക്കിടയിലുണ്ട്. എന്നാൽ ഈ 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ
ഒരു യുദ്ധത്തിനും ഇറങ്ങാതെ, ഒരു തരത്തിലുള്ള അക്രമങ്ങൾക്കും ഇറങ്ങാതെ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരു മാസമായി കൊണ്ട് ഈ 4 മാസങ്ങളെ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള അറബികൾ പോലും അനുഷ്ഠിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും റജബോ അല്ലെങ്കിൽ ദുൽഖഅദയോ ദുൽഹിജ്ജോ ഒക്കെ വന്നു കഴിഞ്ഞാല് അവർ പറയും, അല്ല ഈ മാസമായതുകൊണ്ട് അത് പറ്റില്ല, ഈ മാസമായതുകൊണ്ട് യുദ്ധം പറ്റില്ലല്ലോ, അത് നമ്മൾ ക്ഷമിക്കേണ്ടി വരും, വിട്ടുകൊടുക്കേണ്ടി വരും. ഇങ്ങനെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ പെൺമക്കളായി പിറന്നതിന്റെ പേരിൽ മാത്രം കുഴിച്ചു മൂടപ്പെട്ടിരുന്ന പെൺകുട്ടികളുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അവർ ഈ മാസങ്ങളെ വളരെ പവിത്രമായി കാണാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ ദുൽഹിജ്ജയുടെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളും തുടർന്നുള്ള ദിവസങ്ങളും ഒക്കെയും തന്നെ അതിന്റെ പ്രാധാന്യം കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അത് അള്ളാഹു പവിത്രമാക്കിയ, ഹുറും ആക്കി വെച്ചിട്ടുള്ള മാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ അക്രമം ചെയ്യാൻ പാടില്ല. അക്രമം സ്വന്തത്തോട് പോലും അക്രമം ചെയ്യാൻ പാടില്ല. സ്വന്തത്തോടുള്ള അക്രമങ്ങൾ എന്താണ്? ഏറ്റവും വലിയ അക്രമമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ശിർക്കിനെ കുറിച്ചാണ്. ശിർക്കിനെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നത് ദുൽമാണ് എന്നാണ്, അക്രമമാണ്. അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശങ്ങളെ ഖണ്ഡിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള അക്രമം, ക്രമം തെറ്റിക്കലാണത്. അതുകൊണ്ട് തന്നെ ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, അത് ദുൽമാണ്, അക്രമമാണ്. എന്താണ് സ്വന്തത്തോട് തന്നെയുള്ള അക്രമം? ആ അക്രമം എന്ന് പറയുന്നത് സ്വന്തം സൃഷ്ടാവിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ ആജ്ഞാപനങ്ങളെ, അള്ളാഹുവിന്റെ പരിധികളെ ലംഘിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ആജ്ഞാപനങ്ങൾ പാലിക്കാതിരിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനോട് അടുക്കേണ്ട, അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട സമയങ്ങളെ മനസ്സിലാക്കാതെ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചൊക്കെയും ഈ തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെ അക്രമം ചെയ്യാൻ പാടില്ലാത്ത ഹുറുമായിട്ടുള്ള ഒരു മാസമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മാസം. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മാസം ദുൽഹിജ്ജയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പവിത്രത ഈ ഒരു മാസത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇത് ഈ ഇസ്ലാമിക കലണ്ടറിലെ അവസാനത്തെ മാസമാണ്. നമ്മുടെ ഡിസംബറാണിത്. അപ്പോ അതിനുവേണ്ടി ആ ഈ ഒരു വർഷം മുഴുവനായിക്കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തെടുക്കുവാനും അതിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കിയെടുക്കുവാനുമുള്ള ഒരു വീണ്ടും വിചാരത്തിന്റെ ഒരു മാസം കൂടി ആയിക്കൊണ്ടാണ് ദുൽഹിജ്ജയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായി ഈ മാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ മാസം ഉദ്ഹിയ്യത്തിന്റെ മാസം. നമുക്ക് എല്ലാവർക്കും ഉദ്ഹിയ്യത്തിനെ കുറിച്ച് അറിയും. കാരണം പെരുന്നാൾ വരാനിരിക്കുന്നു. ഉദ്ഹിയ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു. ആ പെരുന്നാൾ ഖുതുബയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥകളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രങ്ങളെ കുറിച്ചൊക്കെയും നമുക്കറിയാം. എന്നാൽ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ഹജ്ജിനെ കുറിച്ചാണെങ്കിലും ശരി, ഈ മാസത്തെ കുറിച്ചാണെങ്കിലും ശരി, ഈ ഉദ്ഹിയ്യത്തിനെ കുറിച്ചാണെങ്കിലും ശരി, അതിലേറ്റവും അടിസ്ഥാനപരമായി കിടക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ടതായി കിടക്കുന്ന ത്യാഗം എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമ എങ്ങനെയാണ് ഈ ഒരു മാസത്തിൽ ഇത്രയധികം സ്മരിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഹജ്ജ് പോലെയുള്ള ഒരു കർമ്മത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മണമുണ്ടാകുന്നത്, സുഗന്ധമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കുടുംബത്തിന്റെ സുഗന്ധം ഉണ്ടാകുന്നത്? ഹാജറയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാമയുടെയും മണമുണ്ടാകുന്നത് എങ്ങനെയാണ്? അവരുടെ ചുവടുപടികൾ നടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഹജ്ജ് കർമ്മങ്ങളിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ഒക്കെയും അടിസ്ഥാനമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, ഒന്നും ഭയക്കാനില്ലാതെ സ്വന്തം ജീവിതത്തെ മുഴുവനായിക്കൊണ്ടും അള്ളാഹുവിനങ്ങ് സമർപ്പിച്ചിട്ടുള്ള ഒരു കുടുംബത്തിന്റെ
അടയാളമായിക്കൊണ്ട് ആ കുടുംബത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മില്ലത്തിനെ, ഈ കുടുംബത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കണം, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സന്തോഷത്തിന്റെ, അതിന്റെ അവസാനമായിക്കൊണ്ട് അതിന്റെ സന്തോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും അത് ആഘോഷിക്കുവാനും പറഞ്ഞുകൊണ്ടാണ് ഈദുൽ അദ്ഹ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്താണ് ഇബ്രാഹിമി മില്ലത്ത്? അള്ളാഹുവിന്റെ പ്രവാചകരായിട്ടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം എന്താണ് ഖലീലുല്ലാഹ്? ഖലീലുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത ചങ്ങാതി, വളരെ അടുത്ത് സൗഹൃദമുള്ള ഒരാൾ. എങ്ങനെയാണ് അള്ളാഹുവിന് ഇത്ര ഒരു പ്രവാചകനുമായി സൗഹൃദം സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ബന്ധമുണ്ടാവുന്നത്? എങ്ങനെയാണ്? കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് നൽകിയിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ പരീക്ഷണങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന് തോന്നുന്ന രീതിയിലുള്ള, നമ്മുടെ ചിന്തകൾക്ക് പോലും, നമ്മുടെ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളെ കടന്നു പോയി അതിനെ പരീക്ഷണങ്ങളൊക്കെയും വിജയിച്ചിട്ടുള്ള പ്രവാചകരായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, വളരെ ചെറിയ പ്രായത്തിൽ, കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച്. ഏത് തരത്തിലുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം? ചിന്തയുള്ള, കാര്യബോധമുള്ള, വഹി ലഭിക്കുന്നതിന് മുമ്പ് തന്നെയും അള്ളാഹുവിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. സ്വന്തം ഉപ്പ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസറിനോട് പറയുകയാണ്, താങ്കൾ എന്തിനാണ് ഇത്തരം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? അതിന് ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ള, നീണ്ടു നിൽക്കാൻ കഴിവുള്ള ഒരു യുവാവിനെ കുറിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്ന് പറയുന്നത്. അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, എല്ലായിടത്തു നിന്നും ഭ്രഷ്ടാക്കപ്പെടുകയും നാട് വിട്ടു വരികയും ചെയ്തു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ഇബ്രാഹിം അലൈഹി സ്വലാമിയെ തന്നെ നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് തീ കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ഒരു സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുകയും ദീനിന്റെ ദാവത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹത്തോട് പറയുകയാണ്, ഈ തീ കുണ്ടാരത്തിലേക്ക് നിന്നെ എറിയുകയാണ് എന്ന് പറഞ്ഞപ്പോ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, കാരണം ഇത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്, ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള സമർപ്പണമാണ്, എന്റെ ജീവിതം മുഴുവനായിക്കൊണ്ടും അള്ളാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ തീ കുണ്ടാരം എന്താണ്? ഈ തീ കുണ്ടാരം ആരുടെ ആജ്ഞകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, എന്ത് തീ കുണ്ടാരത്തിൽ എറിയാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു ദീനി അധ്യാപനങ്ങളിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോ, ആ തീയിലേക്ക് കൊണ്ടെറിഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു ആ തീയിനോട് പറയുകയാണ്, കൂനു ബർദൻ അലാ ഇബ്രാഹിം. തീ ഇങ്ങനെ ചുട്ടുകൊള്ളുന്ന തീയിനോട് അള്ളാഹു പറയുകയാണ്, അതങ്ങ് തണുപ്പിച്ച് കളയൂ, ഈ ലോകമല്ലാതാക്കി മാറ്റിക്കളയും, ഈ ലോകത്തിന്റെ ചിത്രം തന്നെ മാറ്റിക്കളയും, അതിന്റെ പ്രോപ്പർട്ടീസ് തന്നെ മാറ്റിക്കളയും, അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന സന്ദർഭങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീങ്ങും. ആ നീങ്ങുന്ന സന്ദർഭം എന്ന് പറയുന്നത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഒരു ഭയവുമില്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിത്തരും എന്ന് തെളിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്ദർഭങ്ങളിലൂടെ ചെയ്യുന്നത്. ഇനി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു, 90 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു, എനിക്കൊരു കുഞ്ഞിനെ നൽകണമേ എന്നുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ. 90 വയസ്സുകാലം അദ്ദേഹം കാത്തിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ നൽകുകയാണ്. അദ്ദേഹം പേരിട്ടു ഇസ്മായിൽ.
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്ന, നമുക്കൊക്കെയും പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്നിനെ വിട്ടു നൽകാൻ നമുക്കൊക്കെയും പ്രയാസം ഉണ്ടാവും. എന്നാൽ ഇതൊന്നും ആലോചിച്ച് നോക്കുക, 90 വർഷക്കാലം കാത്തിരുന്ന് ലഭിച്ച ഒരു കൽക്കണ്ടക്കനിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സ്വപ്നത്തിലൂടെ വഹി നൽകുകയാണ്, ഇതിനെ അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കാൻ വേണ്ടി. 90 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തെ അള്ളാഹു പറയുകയാണ്, അതാണ് നീ ത്യജിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉള്ളിലുള്ള ഈമാനിൽ ഒരു കുലുക്കവും സംഭവിച്ചില്ല. മാത്രമല്ല, അവിടെ കൂടെ ഉണ്ടായിരുന്ന ഇസ്മായിൽ പറയുകയാണ്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണോ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിമിനോട് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ക്ഷമാശീലരായിട്ടുള്ളവരിൽ കാണാൻ സാധിക്കും എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുകയാണ്. ഇത് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സ്വഭാവങ്ങളും അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളും മാത്രമല്ല, അതിന്റെ കൂടെ ഒരു കുഞ്ഞിന്റെ ചരിത്രവും കൂടിയുണ്ട്. അങ്ങനെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മകനെ അള്ളാഹുവിന് നൽകാൻ വേണ്ടി തയ്യാറാകുന്ന സന്ദർഭത്തിലാണ് ഉദഹിയത്ത് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് അള്ളാഹു ഇതിനെ മാറ്റി വരക്കുന്നത്. ഇനി അതും കഴിഞ്ഞു. മരുഭൂമിയിൽ ഒരു മനുഷ്യന്റെ, ഒരു ജീവജാലങ്ങളുടെയും അടയാളങ്ങൾ പോലുമില്ലാത്ത, അങ്ങ് ദൂരെ വരെ ഒരു വെള്ളത്തിന്റെ കണികകൾ പോലും കാണാൻ സാധിക്കാത്ത, ഒരു മരത്തിന്റെ ചില്ലയും പോലും കാണാൻ സാധിക്കാത്ത ഒരു മരുഭൂമിയുടെ നടുക്ക് ഹാജറയെയും ഈ പ്രിയപ്പെട്ട ഇസ്മായിലിനെയും നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, നീ പോകണം, ഹിജ്റ പോകണം. ഹാജറ റളിയല്ലാഹു അൻഹ അല്പം ബേജാറിലായി. അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്രാഹിം, എങ്ങോട്ടാണ്? ഞങ്ങളെ എല്ലാവരെയും ഒറ്റക്കാക്കി എങ്ങോട്ടാണ് നീ പോകുന്നത്, എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യനാണ്, അതിൻ്റെതായ വിഷമങ്ങളുണ്ട്, മറുപടി പറയുന്നില്ല. വീണ്ടും ചോദിച്ചു, എങ്ങോട്ടാണ് പ്രവാചകരെ താങ്കൾ പോകുന്നത്? മറുപടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഹാജറ റളിയല്ലാഹു അൻഹ പോയി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ താങ്കൾ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, നാം, അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹാജറ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഞങ്ങളുടെ കാര്യം പടച്ചോൻ നോക്കിക്കൊള്ളും എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഹാജറയും കൂടെ ആ ഇബ്രാഹിം മില്ലത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും പറഞ്ഞു വെക്കുന്നത്, എന്താണ് ഞാൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്താണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്, ത്യജിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് വീണ്ടും വിചാരം ചെയ്യേണ്ട സമയവും കൂടിയാണ് ഈ ദുൽഹിജ്ജയുടെ 10 ദിവസം എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ അമലുകൾ അങ്ങ് ചെയ്തുകൊണ്ട് ഈ ഇബ്രാഹിം അലൈഹി സ്വലാം കടന്നു പോയിട്ടുള്ള സ്വർഗത്തിലേക്ക്, ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയിട്ടുള്ള സ്വർഗത്തിലേക്ക്, എന്നെ അറുത്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മായിൽ അലൈഹി സ്വലാം കടന്നു പോയിട്ടുള്ള സ്വർഗത്തിലേക്ക്, ഫിറഔനിന്റെ ഭാര്യയായിക്കൊണ്ട് ആസിയ റളിയല്ലാഹു അൻഹ ജീവിച്ച് മരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ തയ്യാറെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, ഏതർത്ഥത്തിലുള്ള ത്യാഗമാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയിട്ടുള്ളത്, ത്യജിച്ചിട്ടുള്ളത് എന്ന്. ഇത് ത്യാഗത്തിന്റെ മാസം തന്നെയാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായത് എന്താണോ അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, അത് സമയമാകട്ടെ, ആരോഗ്യമാവട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, അതിനെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്, അതിനു വേണ്ടി ത്യജിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ വീണ്ടും വിചാരത്തിന്റെ ദിവസങ്ങളായിരിക്കണം ഈ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളെ വളരെ ഗൗരവപൂർവം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കുടുംബം വാർത്തെടുക്കുക എന്നുള്ളത് കൂടിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മില്ലത്ത് അബീകും ഇബ്രാഹീമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഇബ്രാഹിം മില്ലത്തിന്റെ
അടയാളമായി കൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും മുസ്ലിം എന്ന് വിളിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മളൊക്കെയും പറയുന്നുണ്ടല്ലോ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിം എന്നുള്ള പേര് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിമിന്റെ ഭാഗമായത് കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. പ്രവാചകരായിട്ടുള്ള ആളുകൾ അവരൊക്കെയും നിങ്ങൾക്ക് ശുഹദാക്കളായിക്കൊണ്ട്, നിങ്ങൾക്ക് സത്യസാക്ഷ്യം വരിക്കുന്നവരായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനും, വതകൂനു നിങ്ങളിൽ ഓരോരുത്തരും ശുഹദാക്കളാക്കുവാൻ വേണ്ടി, വതകൂനു ശുഹദാ അലന്നാസ് ജനങ്ങൾക്ക് മുമ്പിൽ സത്യസാക്ഷ്യം വഹിക്കുന്ന ആളുകളായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമ്പോഴാണ് ഈ മുസ്ലിം എന്നുള്ള നാമധാരണം നമുക്ക് യോഗ്യമാവുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. ഫഅഖീമുസ് സ്വലാത വആതുസ് സകാത വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ആദ്യത്തെ ചോദ്യം അതാണ്, നമസ്കാരം നിലനിർത്തുക. സകാത്ത് നൽകുകയും ചെയ്യുക. അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. എന്നിട്ട് പറയുകയാണ്, കാരണം അവൻ മാത്രമാണ് നിങ്ങളുടെ മൗല, അവൻ മാത്രമാണ് നിങ്ങളുടെ വലിയ, അവൻ മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങളെ തീരുമാനമാക്കുന്നവൻ, അത് കൊണ്ടു നടക്കുന്നവൻ, വലിയായിട്ടുള്ളവൻ, അത് അല്ലാഹുവാണ്. ഹുവ മൗലാക്കും വനിഅമൽ മൗലാ വനിഅമൻ നസീർ. എത്ര സുന്ദരനായ, എത്ര സുന്ദരമായ, എത്ര നല്ലതായ മൗലയാണ് അദ്ദേഹം. എത്ര നല്ലതായ മൗലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വനിഅമൻ നസീർ, എത്ര സുന്ദരനായ സഹായിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ മുസ്ലിമായി കൊണ്ട് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനങ്ങളൊക്കെയും ഈ ആയത്തുകളിലൂടെയും ഈ സന്ദർഭങ്ങളിലൂടെയും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. നമ്മൾക്ക് ഹജ്ജിന് ഫിസിക്കലി പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ തന്നെ നമ്മൾ ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മൾ ഹജ്ജിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഹജ്ജിന്റെ ഭാഗമായി കൊണ്ട് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അറഫയിലെ നോമ്പ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ മാസത്തിന്റെ ഹുർമത്തിനെ മുറുകെ പിടിക്കുന്ന, ഈ മാസത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സൽക്കർമ്മങ്ങളിലേക്കും നീങ്ങുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും സാധിക്കുന്ന കൂട്ടരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.